കർക്കിടക മാസത്തെ പൊതുവെ രാമായണ മാസമായിട്ടാണ് ആചരിക്കാറുള്ളത് നമ്മൾ കേരളീയർ. രാമായണ പാരായണത്തിനായി നീക്കിവെക്കുന്ന ഒരു മാസമാണിത്. ഒരു ഇതിഹാസത്തിനായി ഒരു മാസം തന്നെ നീക്കിവെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? നോക്കൂ, നമ്മുടെ നാട്ടിൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തന്നെ ദുർഘടമായിട്ടാണ് പൊതുവെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവരും സർക്കാർ ജോലിയും അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസേൺസിലൊക്കെ ജോലിയൊക്കെ ആയിട്ട് വലിയ സാമ്പത്തിക പ്രശ്നമില്ലാത്ത കാലഘട്ടമാണ്. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പരമ്പരാഗതമായ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആൾക്കാർക്ക് വരുമാനമൊക്കെ നിലയ്ക്കുന്നൊരു മാസമായിട്ടാണ് പൊതുവേ കർക്കിടകത്തിൻ്റെ ആ ഒരു പ്രകൃതി മഴ, വല്ലാതെ മഴക്കെടുതി, പിന്നെ തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ വ്യാധികൾ, അസുഖങ്ങൾ വരിക, പകർച്ചവ്യാധികൾ, ഇതിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഈ കർക്കിടക മാസം പൊതുവെ കേരളത്തിൽ. അപ്പോൾ പാരായണം ചെയ്യുക എന്നതിലൂടെ ആളുകൾ ചിന്തിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമൻ എന്ന് പറഞ്ഞാൽ അധ്യാത്മരാമായണത്തിലെ രാമൻ ഈശ്വരൻ തന്നെയാണ്. എഴുത്തച്ഛനെ സംബന്ധിച്ച് രാമൻ എന്ന് പറഞ്ഞാൽ ദിവ്യ അവതാരമാണ്. അപ്പോൾ അവതാരത്തിന് കൊടുക്കുന്ന വലിയ ഗരിമ കൊടുത്തുകൊണ്ടാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാമ 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 എന്ന ശബ്ദം അനേകം തവണ ഉച്ചരിക്കപ്പെടുന്നു അധ്യാത്മരാമായണം വായിക്കുമ്പോൾ. അപ്പോൾ കേരളത്തിൽ അങ്ങനെയാണ്, കിളിപ്പാട്ടാണ് വായിക്കുന്നത്. അപ്പോൾ പോലും ആ ജനങ്ങൾക്ക് രാമശബ്ദത്തോടുള്ള പ്രിയം, നമുക്കറിയാം രാമശബ്ദം തന്നെ തന്ത്രശാസ്ത്രത്തിൽ അത് തന്നെ ബീജാക്ഷരമാണ്. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ദ സീഡ് ആൻഡ് പോർട്ടൻറ്റ് വേർഡ് എന്ന് പറയും, അല്ലെ പോർട്ടൻറ്റ് സൗണ്ട്. ഈ ബീജാക്ഷരം ഒരു മന്ത്രത്തിന് ശക്തി കൊടുക്കുന്നതാണ്, വിശേഷമായ ശക്തി. ഇപ്പം രാമശബ്ദം കൂടുതൽ തവണ ഉച്ചരിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ക്ലേശങ്ങൾ അടങ്ങും എന്നാണ് പറയുന്നത്. അതിന് കാരണം നമ്മുടെ ശരീരത്തിന് ഷഡാധാരങ്ങൾ, 6 ആധാരങ്ങളുള്ളതിൽ ഇപ്പം രാമശബ്ദത്തിൻ്റെ ബീജം പോയിട്ട് തട്ടുന്നത് അല്ലെങ്കിൽ ഉണർത്തുന്നത് നമ്മുടെ മണിപൂരക ചക്രത്തെയാണ്. അപ്പോൾ മണിപൂരക ചക്രം ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പഴമക്കാരൻ്റെ ഒരു തന്ത്രമായിട്ടാണ് രാമശബ്ദം ഇത്രയധികം ഉച്ചരിക്കപ്പെടുന്നത്. അപ്പോൾ മണിപൂരക ചക്രത്തിലാണത്രേ നമ്മുടെ പൂർവ്വജന്മ വാസനകൾ, ആ പൂർവ്വജന്മങ്ങളിലെ ഭയങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പൂർവ്വജന്മങ്ങളുടെ സ്മരണകൾ, അതിൻ്റെ വാസനകളൊക്കെ നമ്മൾ വളരെ കൃത്യമായി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു ടാബ്യുല റാസ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ലീൻ സ്ലേറ്റായി മാറാൻ, വീണ്ടും നമ്മളൊരു ശൈശവം അനുഭവിക്കാൻ, ശൈശവം എന്ന് പറഞ്ഞാൽ അത് ശാരീരികമല്ല മാനസികമായ ഒരു ശിശു സഹജമായ നിഷ്കളങ്കത കൊണ്ടുവരാൻ ഏറ്റവും നല്ല മന്ത്രമാണ് രാമമന്ത്രം. അതുകൊണ്ടാണ് നാമതാരകം എന്ന് പറയുന്നത്. താരക മന്ത്രമാണ്. ഒരു മനുഷ്യനെ പൂർവ്വജന്മത്തിലെ കെട്ടുപാടുകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കാനുള്ളൊരു ഒരു തന്ത്രമാണ്, ടെക്നീക്കാണ് ഈ രാമനാമം. ഇപ്പോൾ രാമനാമം തന്നെ രാമമന്ത്രം കൂടിയാണ്. കാരണം രാമ എന്നത് ബീജാക്ഷരം കൂടിയാണ്. അപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ രാമനെ കൂടുതലായിട്ട് ഉപാസിക്കുമ്പോൾ ജനങ്ങൾ കെടുതി കാലത്ത് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് രാമകഥ മുഴുവൻ ഒരിക്കൽ കൂടി വായിച്ചു പോവുക. ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഒരേ കഥയല്ലേ വായിക്കുന്നത്, നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതിലെന്താ പുതുമ എന്ന് ചോദിച്ചു. ഈ പുതുമയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഈ മണിപൂരക ചക്രം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പാസ്റ്റിനോടൊരു വിടപറച്ചിലാണത്. നമ്മുടെ മനസ്സ്, ചിത്തം തന്നെ ഒരു കാടായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അത് ക്ലിയർ ചെയ്യാനുള്ള, മനസ്സിനൊന്ന് സൂക്ഷ്മമാക്കാനുള്ള വിദ്യ കൂടിയാണിത്. അപ്പോൾ കൂടുതൽ കിട്ടുന്ന സമയം രാമനാമവും രാമകഥകളും ആകുമ്പോൾ ചിത്തത്തിൽ അനാവശ്യ മാലിന്യങ്ങളൊന്നും അടിയാതെ ഈ ബീജാക്ഷരം എപ്പോഴും രാമ 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 എന്ന ശബ്ദം എല്ലായിടത്തും, അതിപ്പോൾ കർക്കിടക മാസമായി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലും ഉത്സവപ്പറമ്പുകളിലും നാട് മുഴുവൻ കർക്കിടക മാസം രാമനാമം കൊണ്ട് മുഖരിതമാവുകയാണ്. അപ്പോൾ അത് നാടിനും ഒരു ഗുണം ചെയ്യുന്നുള്ളതാണ്. പിന്നെ ദുർഘട മാസം എന്ന നിലയ്ക്ക് രാമൻ ജീവിച്ച ജീവിതം, വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞാൽ അവതാരമാണെങ്കിൽ കൂടെ വാൽമീകിയുടെ രാമൻ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. മനുഷ്യഭാവം, മനുഷ്യൻ്റെ ദുഃഖം, മനുഷ്യൻ്റെ ക്ലേശം ഇതെല്ലാം അനുഭവിച്ച് മനുഷ്യനെ പോലെ ജീവിച്ച ആളാണ്. വാൽമീകിയുടെ രാമൻ ദേവന്മാർ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ ദേവത്വം ഓർക്കുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ക്ലേശങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരുപാട് എലിമെൻറ്റ്സ് രാമായണത്തിലുണ്ട്. രാമായണത്തെ കൂടുതൽ ജനകീയമാക്കി മഹാഭാരതത്തെക്കാൾ. കാരണം എനിക്ക് തോന്നുന്നു ഒരു ഭാര്യയുമായി ഒരുമിച്ച് വിവാഹം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇച്ഛാഭംഗം വന്നതുപോലെ നാടും വീടും വിടേണ്ടി വരിക എന്ന് പറയുന്ന ഒരു എക്സൈൽ പോകുന്ന അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാം വിട്ടുപോകേണ്ടി വരിക. ചെറുപ്പത്തിലെ തന്നെ സന്യാസം എടുത്തതുപോലെ കാട്ടിൽ പോകേണ്ടി വരിക, അവിടുത്തെ വളരെ തുച്ഛമായ സൗകര്യങ്ങളിൽ ജീവിക്കേണ്ടി വരിക, ഇതൊക്കെ ആ ക്ലേശമാണ് കാണിക്കുക. മനുഷ്യൻ ക്ലേശത്തിലേക്ക് പോകുമ്പോൾ പോലും എന്തൊക്കെ ധർമ്മങ്ങൾ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഇതിഹാസം. ഇതിഹാസം എന്ന ശബ്ദത്തിൽ തന്നെ ഇതിഹായുണ്ട്. ഇതിഹ എന്ന് പറഞ്ഞാൽ പരമ്പരാപ്രോക്തമായിട്ടുള്ള ധർമ്മോപദേശമാണ് ഇതിഹാസം. ഇതിഹ എന്ന് പറയുന്നത് ആ ഇതിഹ എവിടെ അടങ്ങിയിരിക്കുന്നുവോ
ആ ധർമ്മോപദേശം അവിടെ അടങ്ങിയിട്ടുണ്ടോ, ആ രാജധർമ്മോപദേശത്തെയാണ് ഇവിടെ ഇതിഹാസം എന്ന് പറയുന്നത്. പൊതുവേ കഥയായിട്ട് പറയുമെങ്കിലും മിഠായി പൊതിഞ്ഞിരിക്കുന്ന മരുന്നാണത്, മധുരം പൊതിഞ്ഞ മരുന്നാണ്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ക്ലേശങ്ങൾ, അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, വൈഷമ്യങ്ങൾ ഈശ്വരൻ തന്നെ മനുഷ്യരൂപേണ ജീവിച്ചു തീർത്ത ഒരു കഥയിലൂടെ പറയുമ്പോൾ അവർക്ക് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ പോലും ദുഃഖത്തിന് കുറവൊന്നുമില്ലെന്ന് മനസ്സിലായി. ഇപ്പോൾ ദുഃഖം എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ആദ്യം അംഗീകരിക്കുക. അതിൻ്റെ പരിഹാരം എവിടെയാണ്? ശരീരം കൊണ്ട് തൃപ്തിപ്പെടുത്താവുന്ന അല്ല തൃഷ്ണകൾ. ഓരോ ആഗ്രഹവും കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കും കെണികളിലേക്കും കൊണ്ടുപോയി ചാടിക്കുകയാണെന്നുള്ള ഒരു അറിവും ഓർമ്മപ്പെടുത്തലുമാണ്. ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ആവർത്തനമാണ് അധ്യാപനത്തിൻ്റെ ഒരു രീതി. വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കയറും. അതുപോലെ കാലങ്ങളായി രാമകഥ മനുഷ്യരാശിയുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മാത്രമൊന്നുമല്ല രാമായണം മിക്കവാറും രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ രാമായണ കഥ പല രൂപത്തിലുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ആ കഥ നടന്നത് എന്ന നമ്മുടെ പെരുമയാണ്. അപ്പം ഇതിഹാസത്തിൻ്റെ ധർമ്മോപദേശങ്ങൾ ജീവിതത്തിൻ്റെ അടിത്തട്ട് വരെ എത്തണം. താന്ത്രികമായ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റണം, ശാരീരികമായ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ക്ലേശകാലത്ത് ക്ലേശം ഈശ്വരന് പോലും അവതാരം ചെയ്താലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലും കൂടിയാണ്. അപ്പോൾ ഈ ധർമ്മോപദേശത്തെ വീണ്ടും വീണ്ടും എല്ലാ വർഷവും ഓർക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ധാർമ്മികമായി കഷ്ടപ്പാടുണ്ടെങ്കിലും ഈശ്വരനെ മറന്നുള്ള അല്ലെങ്കിൽ ധർമ്മം വെടിഞ്ഞുള്ളൊരു ജീവിതം വേണ്ട. ധർമ്മം വെടിഞ്ഞുള്ളൊരു ജീവിതം രാവണനെ പോലെ 10 തലയ്ക്ക് ഒത്ത ബുദ്ധി ഉണ്ടെങ്കിൽ പോലും അത് നാശത്തിലേക്ക് നയിക്കുമെന്നൊരു ബോധ്യപ്പെടുത്തൽ കൂടിയാണത്. ഈ തരത്തിൽ രാമായണത്തെ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്ന, നമ്മളെ മാനസികമായി പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം അല്ലെങ്കിൽ രാമായണ മാസം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു താല്പര്യം. ഇത് ഇനിയും പല രീതിയിൽ പറയാം, വളരെ ആഴത്തിൽ പറയാം. പക്ഷേ ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലളിതമായി പറയുന്നത്. ആശയം വ്യക്തമാണല്ലോ അല്ലേ?